making my own murders part 6. So നിങ്ങളെനിക്ക് 2 ദിവസമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇന്ന് എനിക്ക് കാണാൻ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ എന്ന്. യെസ്, ബിക്കോസ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 9 to 4:30 ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 o'clock ആയിട്ടോ. സോ ഇനി ഞാൻ നിങ്ങളെ പോയിട്ട് കാണിച്ചു തരാം. ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇന്ന് എന്തുമാത്രമൊക്കെ ചെയ്തു എന്നറിയണമല്ലോ. സോ നമ്മുടെ വരാന്തയുടെ അവിടെ ആദ്യമേ നമ്മൾ വെച്ച കമ്പ് അത്ര ഒരു ഫീൽ ഇല്ലായിരുന്നു. സോ നമ്മൾ മാറ്റിയിട്ട് വേറെ ഈറ്റയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സൈറ്റഡ്. പോയിട്ട് നോക്കണം എന്താണ് വ്യത്യാസമായിട്ട് ചെയ്തേക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. കൂടുതലൊന്നും പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് താഴ്ച നിന്നിട്ട് കാണാം കേട്ടാ. ടിപ്പ് ഇവിടെ ഇല്ല കേസ്, ടിപ്പ് ഓൾറെഡി താഴെ അവരുടെ കൂടെയാണ്. അതുകൊണ്ട് അഗൈൻ ഒറ്റയ്ക്ക് പോകണം. ഡാൻഡ് ലൈൻസ് നിങ്ങൾക്ക് ഭാഗ്യമില്ല, എല്ലാം പോയി പറന്നുപോയി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറിച്ചെടുത്തായിരുന്നു. സോ ഗൈസ്, ഈ സൺഡേ എന്തായിരുന്നു എല്ലാവരും പരിപാടി എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. സൺഡേ പരിപാടീസൊക്കെ അങ്ങനെയൊക്കെ പോയി. Let's see what happened. Yup, our നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ഔട്ട്ലുക്ക്. നമ്മൾ ഇത്ര മാത്രമാണ് പ്ലാൻ ചെയ്തത്. എൻ്റെ ചേട്ടന്മാർ തന്നെ ഇങ്ങനെ ക്രോസുകൾ വെച്ചു. കാരണം എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ലല്ലോ. ഹൈറ്റ് ഇല്ലെങ്കിൽ ഇൻ കേസ് വല്ല കുഞ്ഞു കുട്ടികളൊക്കെ കയറുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമല്ലോ. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരുടെ ക്രോസൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാറാണ്. കൊച്ചുമോൻ്റെ കാല ചവിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടത്. എൻ്റെ ഈ ചെരുപ്പ് മുഴുവൻ ചെടിയായിട്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ കൊച്ചുമോനാണ്. ഇവനാണ് എൻ്റെ കാല് മുഴുവൻ ചവിട്ടി ചെടിയാക്കുന്നത്. അങ്ങോട്ട് നോക്കോ, ഓണാക്കിയോ? സോ ഗൈസ്, നമ്മളിങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ചെയ്തത്. നമ്മളതിന് മുന്നേ കാപ്പി വെച്ചിട്ടായിരുന്നു ചെയ്തത്. കാപ്പിയിലൊരു ഫിനിഷിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നീറ്റ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. നീറ്റ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇത്ര അയ്യോ ചോറാണോ, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വരൂ. സോ ഗൈസ്, നമ്മൾ ആദ്യമേ ചെയ്യാൻ വേണ്ടി വെച്ചത് കാപ്പി വെച്ചിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ഫിനിഷിങ് തോന്നിയിട്ടില്ലേ. അത് ഇവൻ ഇത് കേട്ടോ, ഇത്ര നേരം പ്ലാസ്റ്റിക് അടിച്ച് തിന്നുമായിരുന്നു ഗൈസ്. അന്ന് ആ വെറ്റെന്ന് പറഞ്ഞാണ് ഇവൻ്റെ വയറ്റിൽ പ്ലാസ്റ്റിക് കിടപ്പുണ്ടെന്ന്. ഇവനത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കളഞ്ഞാൽ അപ്പം തന്നെ ആ പ്ലാസ്റ്റിക് അടിച്ചെടുത്ത് തിന്നലൊക്കെ ആയിട്ട് ഇവൻ്റെ ഹോബി. നമ്മുടെ ഇവിടെ വരെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫെൻസിങ് ഇവിടുത്തെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാർ മുകളിലേക്കും കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് ആരെങ്കിലും കയറി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിലേക്കല്ലോ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേഞ്ചറാണല്ലോ. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫുള്ള് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സൈഡ് ഞാൻ കാണിച്ചുതരാം. സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ 2 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡും പിന്നെ അപ്പുറത്ത് നമ്മുടെ വേറൊരു സ്റ്റോറും കൂടി ചെയ്യാനുണ്ടല്ലോ. സോ ഇത് രണ്ടും ഇനി ബാലൻസ് ആയിട്ടുള്ളൂ കേട്ടോ. ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നു. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഈ കുഞ്ഞു മോളായതുകൊണ്ട് എനിക്ക് അത്ര തന്നെ ഹോപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ സാധാരണ ഞാൻ എല്ലായിടത്തും മോഡലായിട്ട് കണ്ടേക്കാം. നമുക്ക് എപ്പോഴും ഒരു റിഫറൻസ് ഉണ്ടാവും. എൻ്റെ റിഫറൻസ് മുഴുവൻ യെല്ലോ കളറിലുള്ള അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാമ്പു ആയിരുന്നു. അതല്ലായിരുന്നു. സോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ചെയ്ത് എങ്ങനെ വരുന്നു. പക്ഷേ ഓവറോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് നോക്കിക്കേ, ഉണ്ടോ? ഇനി നമ്മൾ വഴി വരെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ടിപ്പുമോൻ ഇങ്ങോട്ട് നോക്കടാ, ഈ ക്യാമറയിലേക്കൊന്ന് നോക്കൂ പ്ലീസ്. ഇങ്ങോട്ട് നോക്കൂ. ഇനി സൗണ്ട് ഉണ്ടാക്കാനൊന്നുമില്ല. 2 കൈ. ആസ് യൂഷ്വൽ നമ്മൾ വാട്ടറിങ് ചെയ്യാൻ പോവാണേ.
പുല്ലിൻ്റെ അപ്ഡേറ്റ് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് നട്ടു വെച്ചാൽ എല്ലാ പുല്ലും അത്യാവശ്യം നന്നായിട്ട് പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. കുഞ്ഞായിട്ടാണല്ലോ നട്ടു വെച്ചേക്കുന്നത്. പക്ഷേ വലുതായിട്ട് നട്ടു വെച്ച പുല്ലിനൊന്നും പല സ്ഥലത്തും ആരോഗ്യമില്ല, പല സ്ഥലത്തും കരിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ഇനി ഷീറ്റിൽ നിന്ന് വീണ്ടും നമ്മളെടുത്തൊന്നും കൂടെ നട്ട് വെക്കേണ്ട ഒരു സ്റ്റേജാട്ടോ. അപ്പോൾ അങ്ങനെയാണ് പുല്ലിൻ്റെ ഒരു അപ്ഡേറ്റ് പറയുവാണെങ്കിൽ. ഷീറ്റിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അത് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇപ്പറേന്ന് ഇട്ടേക്കുന്ന വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അല്ല നല്ല നന്നായിട്ടായിരിക്കുന്നത്. ആ എന്തിനു കഴിക്കാൻ പോവാമേ? എന്തിനു കഴിക്കാൻ പോവാ? ചെടികൾക്ക്. ആ ശരി കേട്ടോ, നമ്മളിവിടെ കുറച്ച് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ടേ. ഇത് നമ്മുടെ ഇങ്ങനെ കയറി വള്ളിയായിട്ട് കയറി കിടക്കും. വള്ളിയായിട്ട് കയറിയിട്ട് അതിൽ പൂവുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റി ചെടി കേട്ടോ. അങ്ങനത്തെ 2-3 ചെടി നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഇതൊരു അടിപൊളി സാധനം കേട്ടോ. ഇത് പൂവുണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ വലുത് ഇപ്പോൾ ഉണ്ട്. അതിൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 കളറിൽ നിൽക്കും, വൈറ്റ് ആയിട്ടും ഒരു വയലറ്റ് ആയിട്ടും. ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അടിമാലിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിക്ക് ആനച്ചാലിലേക്കും നേരെ മൂന്നാറിലേക്കും പോകുന്നൊരു സ്ഥലമുണ്ട് തിരിഞ്ഞിങ്ങനെ ഒരു ചെറിയൊരു സിറ്റി പോലെ. അവിടെ ആയിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട പോലത്തെ ഒരു കട പണ്ടുണ്ടായിരുന്നു, ഓടൊക്കെ ഇട്ട് ഒരു പഴയ മോഡൽ കട. ആ കടയുടെ മുകളിൽ ഫുള്ള് ഈ ചെടി ഇങ്ങനെ കയറിയിട്ട് ഫുള്ള് ഓറഞ്ച് കളറിൽ ഇങ്ങനെ പൂത്ത് കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ ആ വഴി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അതൊക്കെ അവർ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനപ്പുറം സിപ്ലൈനും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ചോട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. എങ്ങാണൊരു രീതിയിൽ ചോട് പോയാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ചെടി, ആ ഓറഞ്ച് ഞങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കുറേ വെറൈറ്റീസ് അങ്ങനെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തൂങ്ങി കയറിയിട്ടുണ്ടാകുന്ന ടൈപ്പ് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടോ ഈ നിൽക്കുന്നേ. പിന്നെ നമ്മുടെ ഇവിടുന്ന് തൊട്ട് ആ എൻട്രൻസ് വരെ ഇങ്ങനെ കയറിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആ ചെടി ഇട്ടിട്ട് പന്തൽ പോലെ നിൽക്കുന്ന കാണത്തില്ലേ നിങ്ങൾ ചില വീട്ടിൽ, ആ ഒരു സംഭവം ചെയ്യണം എന്നാണ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ പൂക്കൾ. പക്ഷെ ഇതൊന്നും അൺഫോർച്യുനേറ്റ്ലി കിട്ടുന്നില്ല, അതാണ് സത്യം. ഇപ്പം നമ്മൾ നോക്കുമ്പോഴാണ് പല ചെടികളും പല പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും ഇപ്പം മിസ്സിങ് ആയി. ഇപ്പം അങ്ങനെയൊന്നും കാണുന്ന പോലുമില്ല. ഈ സെയിം സാധനം നമ്മളിത് ഇവിടെ നട്ടു വെച്ചായിരുന്നു. പക്ഷേ ഇതുണ്ടാക്കുന്ന സമയത്ത് അവരറിയാണ്ട് ചവിട്ടി, അപ്പോൾ അത് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിന്. മഞ്ഞ കളറിലുള്ളൊരു ചെടിയുണ്ടല്ലോ, നമ്മളിങ്ങനെ വേലി പോലെ തന്നെ വെട്ടി നിർത്താൻ പറ്റും. പണ്ടൊരു കാലത്ത് ഇവിടെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലത്തെ കുറേ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ ചെടികളുണ്ടായിരുന്നു. നമുക്ക് ഒരു മതിൽ പോലെ ഇതിങ്ങനെ വെട്ടി നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊണ്ട് നട്ടു വെച്ചാലോ എന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇത് എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉണ്ടായി വരാൻ വർഷങ്ങളെടുക്കും. നമ്മളെങ്ങനെ കയറി എന്നതനുസരിച്ചിരിക്കും. ടിപ്പു ഇവിടെ ഇറങ്ങി നിന്നിട്ട് എൻ്റെ പരിപാടിയാണ്. അവിടെ തന്നെയാണോ പരിപാടി? ആ നീ അവിടെ എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ ഇവിടെ ഒരുപാട് വൈൽഡ് ബോസും അതുപോലെ അങ്ങനെ കുറച്ച് കാട്ടാട് പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ഇതിനകത്ത് ഞാൻ ലൈവായിട്ട് കണ്ടാട്ടോ. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് താഴേന്ന് മുകളിലേക്ക് കയറി പോകണേ. അപ്പോൾ ഒരു ആടിങ്ങനെ ക്രോസ് ചെയ്ത് പോകട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ആട് പോയ അതേ സ്പോട്ടിൽ കൂടെ ടിപ്പു ആണെങ്കിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിക്കുക, പുള്ളിക്ക് ഒരാട് പോയിട്ട് അതിൻ്റെ അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലടിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ താഴെ കൂടെ എന്തെങ്കിലും സാധനം പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടല്ല കേട്ടോ, ഇനി സ്മെല്ലടിക്കും. അപ്പം സ്മെല്ലടിച്ചിട്ട് വല്ല പോയി നോക്കുന്നതായിരിക്കും. എടുത്ത് കളയാതെ സൂക്ഷിക്കണം അല്ലേ? ഈ സാധനം കണ്ടോ പിടിച്ചു വന്നിട്ടുണ്ടേ. പക്ഷെ ഇതിനകത്ത് ഇതേ പൂ ഇട്ടിട്ടുണ്ടോ നോക്കിക്കേ, ചെറുതായിട്ട് ഇതിനകത്തൊരു പൂ ഉണ്ടായി. എവിടെ നട്ടു വെച്ചേക്കുന്ന ആണോ? അതെവിടെയാ? നമ്മൾ ഈ കമ്പുകളൊക്കെ നട്ടത് ഒരു എത്ര മാസമായി, ഒരു 3-4 മാസം മുന്നേ കൊണ്ട് നട്ടു വെച്ചാൽ കേട്ടോ. അതിനകത്തൊക്കെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല കട്ടയായിട്ടൊരു റോസ് പൂ ഉണ്ടാവുന്നതാണ്. അത് കളയാതെ ചെയ്യണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള സെമിത്തേരി ഉണ്ടല്ലോ മേ, അതിൽ കുറേ വെറൈറ്റി പൂക്കളുണ്ട്. ഇങ്ങനെ നമ്മളങ്ങനെ കാണാത്ത ടൈപ്പ് കളറുകൾ. ഭയങ്കര ഭംഗി ഇത് കാണാൻ. ഒരു വർഷം അല്ലേ? ഇത് നമുക്ക് ചട്ടിക്കകത്തൊക്കെ നട്ടു വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കുമേ. ചട്ടിക്കകത്ത് നട്ടു വെച്ചാലും നന്നായിട്ടുണ്ടാവും. ഞാനൊരു കണ്ണ് കാണില്ലാത്തവനാണ്.
ഞാൻ എപ്പോൾ ടിപ്പുവിൻ്റെ കൂടെ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നി വീഴിക്കാൻ തുടങ്ങണേ. ഞാൻ എപ്പോൾ ടിപ്പുവിൻ്റെ കൂടെ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരാളെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, ടിപ്പുവിൻ്റെ കണ്ണിന് എന്നെ പറ്റിയെന്ന്. നല്ല വെളുത്തിരിക്കും കേട്ടോ, ടിപ്പുവിന് കാഴ്ചയില്ല. അതുകൊണ്ട് പാവം പലപ്പോഴും ഇങ്ങനെ തപ്പിയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തപ്പി വന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു മരം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മരം കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു നാരകത്തിൻ്റെയൊക്കെ ഒരു വെർഷനാണേ. ഇത് മണത്ത് നോക്കുമ്പോഴും ഭയങ്കര ഒരു അടിപൊളി മണമാണ്. ഒരു എന്താ പറയുക, ഒരു നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും അങ്ങനെയുള്ള എല്ലാ സിട്രസ് ഐറ്റംസ് എല്ലാത്തിനും കൂടി ഒരു മിക്സ് ആട്ടത്. ഇതിനകത്ത് കായോ പൂവൊന്നും പൂ ഉണ്ടാവുന്നുണ്ടോ തോന്നുന്നല്ലേ മേനക്ക്? കായ ഉണ്ടാവുന്നുണ്ടോ? അതൊരു പീക്കിരിക്കല്ലേ, ഒരു കുഞ്ഞു കായൊക്കെ ഉണ്ടാവും. ഇത് എന്നാ ചെടിയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ചെടിയുടെ കമ്പ് തന്നെ നോക്കിക്കുക നിങ്ങൾ. കറക്റ്റ് നമ്മളൊരു നാരകമൊക്കെ കാണുന്ന പോലെ, പക്ഷെ നാരകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുള്ളില്ലാത്ത ഒരൊറ്റ കാര്യമുള്ളൂ. ബാക്കി എല്ലാം നാരകത്തെ പോലെ തന്നെ ഇരിക്കുന്നൊരു ചെടിയാണിത്. പിന്നെ അടിപൊളി മണമാണ്. ദേ ഈ കാണുന്ന ആട്ടോ നമ്മുടെ ഇവിടുത്തെ വ്യൂ പോയിന്റ്. നല്ല ആഴമാണ്, നല്ല അടിപൊളി ഒരു സ്പോട്ടായതേ. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് വിറകെല്ലാം കൂടി പറക്കി വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് അത്ര സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് കയറാനുള്ളൊരു ഇത് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഭയങ്കര കാണുന്നൊരു വ്യൂ ഒക്കെ നല്ലൊരു പരന്ന പാറ കേട്ടോ. പണ്ട് ഞാൻ എത്രയിലാണ് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പാറ ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അന്ന് മൂലയുള്ള മരമാണിത്, ഈ കാണുന്ന മരം. ഏതാ? അതെ, ഈ മരം കണ്ടോ, ഇലയെല്ലാം പൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സാധനം. നല്ല കട്ടി. ഇവിടെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്ത, ഈ പാറയൊന്നും അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഇലയെ മൂടിയാണ് നിൽക്കുന്നത് ഇവിടെ. ഇപ്പം നോക്കിക്കേ, ഇലയെല്ലാം പോയി. കാപ്പി തന്നെ 2 ടൈപ്പ് ഉണ്ട്. അറബിക് കാപ്പി എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അത് ഈ അറബിക് കാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും മരം തന്നെ ആയിട്ടു, നല്ല വണ്ണവും നല്ല ഹൈറ്റും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് പോകുന്നത്. അറബിക് കാപ്പി ചെറുതാണ്. അറബിക് കാപ്പി അല്ലല്ലോ. അപ്പം മറ്റേ സാധനം എന്നായിരുന്നു, മറ്റേ മരം പോലെ പോകുന്നത്? സോറി, അറബിക് കാപ്പി അല്ല ഗൈസ്, മരക്കാപ്പിയാണ്. അത് ഈ കാണുന്ന കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സാധനം കണ്ടോ, ഇങ്ങനൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് ഉണ്ടാകുന്ന കുരുവൊക്കെ ഭയങ്കര വലുതാണ്. സാധാരണ ഇവിടെ അതൊക്കെ വെട്ടിക്കളയാറേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പറക്കലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ ഒരു സ്ഥലം മുഴുവൻ, ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ ഇതെടുക്കുമല്ലോ. സോ ഒന്ന് വെട്ടിക്കളയത്തേ ഉള്ളൂ. ഈ മരത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ വലിയ നമ്മുടെ ബാക്കി കാണുന്ന ഈ ഭയങ്കര വലിയ മരം കണ്ടോ, ഈ മരത്തിൻ്റെ ഒടിഞ്ഞു വീണ പീസുകളാണിത്. ഇതെപ്പോഴും ഈ മരത്തിൻ്റെ പീസുകളൊക്കെ ഒടിഞ്ഞു വീഴും. അതിന് ചുറ്റും എപ്പോഴും ഈ പീസുകൾ തന്നെ ഇങ്ങനെ കിടക്കും. ഈ കാണുന്നതാണ് ഇഞ്ചി. നമ്മുടെ പറമ്പിൽ ഇഷ്ടംമാതിരി ഇഞ്ചിയുണ്ട്. ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. മഞ്ഞൾ ഇതുണ്ടോ. ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിപ്പോയി. പിന്നെ ഈ കാണുന്ന എന്നാ സാധനമാണെന്നറിയോ, ഇതാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും. ഇത് നമ്മുടെ കയ്യിലുള്ളത് ഒരു വൈലറ്റ് പോലത്തെ ഒരു സാധനമാണ്. വൈറ്റ് പൊതുവേ ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ പറമ്പിലൊക്കെ എല്ലാ സ്ഥലത്തും തന്നെ ഈ ഒരു വൈലറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ഇഷ്ടംമാതിരി കാണാറുണ്ട്. പണ്ടൊക്കെ പറിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ പറിക്കാനുള്ളൊരു ഇതൊന്നും തോന്നാറില്ല. ഇപ്പം പറിക്കുന്നുണ്ട്. കാട്ടുപന്നി വേറെ എന്തെങ്കിലും പറിച്ചിരുന്നുണ്ടോ അമ്മേ? കാട്ടുപന്നി, മുള്ളംപന്നി എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ എന്താ ഇനി പറയുന്നേ, കുടഞ്ഞിട്ട് മുള്ളു തെറിപ്പിക്കുന്നത്, അതിനെയാണ് മുള്ളംപന്നി എന്ന് പറയുന്നത്. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ നോർമൽ കാട്ടിലെ പന്നി. നമ്മുടെ വീട്ടിലും മുള്ളംപന്നിയുടെ കുറേ കമ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, മുള്ളൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ കുറച്ചാൾ മുന്നേ ദേ ഇവിടെ ആയിട്ട് വഴിയോരം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിറച്ച് മറ്റേ കാട്ടുമൃഗങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചങ്ങോട്ട് ജീവിച്ചു പോകുന്നത്. പിന്നെ നല്ലൊരു അടിപൊളി സൺസെറ്റ് ഉണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം റീലിട്ട സമയത്ത് അതിനകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിനകത്ത് പറയുന്നത് ഏലക്കാട്ടിൽ നിന്നുള്ളൊരു സൺസെറ്റ് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അത് സൺ എവിടെയെന്ന്.
യെസ്, ഏലക്കാട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൺ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ, ഏലം കൊണ്ട് മറഞ്ഞു പോയേക്കോല്ലേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏലം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അവിടെയൊക്കെ നിൽക്കുന്ന വലിയ മരങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കാട്ടാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്, കണ്ടു കാണും. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും അടിപൊളി സൺസെറ്റ് നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ. പക്ഷെ മുഴുവൻ മരവായിപ്പോയി. ആഞ്ഞിലി ചക്ക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കുറേ വലിയ ടൈപ്പ് മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പറമ്പിൽ മാത്രമല്ല, കുറേ ഇങ്ങനെ പല പല പറമ്പുകളിലായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മൂടിപ്പോയേക്കുക മരങ്ങൾ കാരണം. ഗൈസ്, നമ്മൾ വരുന്നതിന് മുന്നേ ടിപ്പ് കയറി വന്നാണ്. നമ്മൾ കയറിപ്പോയി എന്നാണ് പാവം വിചാരിച്ചത്. ഫസ്റ്റൊന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇന്നെനിക്ക് കോളേജിൽ പോയിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ കോളേജ്. സോ അതൊന്നും പറ്റത്തില്ല. ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് നമ്മുടെ ഇന്ന് എന്തുമാത്രം പ്രോഗ്രസ് ആയി എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.